ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? രാവിലെ തന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. എന്നത്തെയും പോലെ തന്നെ എൻ്റെ കുഞ്ഞടുക്കളയിലെ കുഞ്ഞു പാചക വിശേഷവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ കയറി കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പുതിയത് കൂട്ടുകാരുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന ചോറുണ്ടല്ലോ, അത് വെച്ചിട്ടുള്ളൊരു സോഫ്റ്റ് പൂരിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ചില കൂട്ടുകാർ എന്നോട് ചോദിക്കുന്നത്, നിനക്ക് എന്തിൻ്റെ കേടാണ് പെണ്ണെ? നിൻ്റെ ചാനലൊന്നും ആരും കയറി കാണത്തില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ വീഡിയോസ് ഒന്നും പറഞ്ഞ് നടക്കുന്നതെന്ന്. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ജോലി, അതുകൊണ്ട് ഞാൻ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സോഫ്റ്റ് പൂരി ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് 1 കപ്പ് ചോറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതേ അളവിൽ തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ജാറിലേക്ക് ഇത് മാറ്റി കൊടുത്ത് ഇനി നമുക്ക് 3-4 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കണം കേട്ടോ. പൾസ് ചെയ്തതിന് ശേഷം ഒറ്റ സ്പീഡിൽ ഒരു കറക്കവും കൂടെ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു മാവ് നമുക്ക് റെഡിയായി വരത്തുള്ളൂ. അതിനുശേഷം നമുക്ക് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ, ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ, കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ പൂരി മാവിൻ്റെ പരുവമെന്ന് പറയുന്നത്. ഇതിലൊരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വേണം നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നത്, കണ്ടോ? അതിനുശേഷം നമുക്ക് ഉരുളകളാക്കിയിട്ട് ഒരു ചപ്പാത്തി പ്രസ്സിലോ അല്ലാതെ പലകയിലോ വെച്ചിട്ട് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് പൂരി ഇവിടെ ഏതാണ്ടൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇത് മുക്കി പൊരിച്ചെടുക്കാവുന്നതാണ്, കണ്ടോ? നല്ല പോണക്ക് തന്നെ ഇത് പൊള്ളി കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ചില കൂട്ടുകാരെന്നോട് ചോദിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് പണിയില്ലേ എന്നൊക്കെയാണ് ചോദിക്കാറ്. എനിക്ക് പണിയൊന്നുമില്ല കേട്ടോ, ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ പണി. ഈ പണിയായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും. ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എൻ്റെ വീഡിയോ കാണാൻ നിൽക്കണ്ട, ഇനിയെങ്കിലും എന്നെ വെറുതെ വിടണം കേട്ടോ. അപ്പോൾ നമ്മുടെ പൂരി എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പൂരിയാണ്. ഒരു ദിവസം മുഴുവൻ ഇരുന്നാലും ഇത് നല്ല ഹാർഡായി പോകത്തൊന്നുമില്ല കേട്ടോ, നല്ല സോഫ്റ്റാണ്. അത്രയും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓൺ ഓപ്ഷൻ കാണിക്കും, അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളായിരുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടാറ്റാ.